ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞാണ്ട് ഈവനിങ് ഞങ്ങൾ രണ്ടാളുടെയും പുറത്തിറങ്ങിയതാണ്. അലൈനിൽ ഈ അടുത്ത് മേക്ക് ഓവർ ചെയ്ത അലൈൻ ഒയാസിസിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്റെ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അതുകൊണ്ട് തന്നെ എൻട്രൻസിൽ തന്നെ മ്യൂസിക് നൈറ്റും അവരൊരുക്കിയിട്ടുണ്ട്. യു എയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോക്കൽസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും അറബികളാണ് കാണാൻ പറ്റുന്നത്. എന്നാലും അതിന്റെ ഒക്കെ ഇടയിൽ മറ്റു രാജ്യക്കാരായ ആളുകളും ഉണ്ട്. പിന്നെ അവിടുത്തെ കുറെ നല്ല നല്ല പ്രോഗ്രാമുകളും കണ്ട് ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അത്യാവശ്യം നല്ലൊരു ആംബിയൻസും വാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റണേ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ നടക്കുമ്പോൾ ഇതുപോലത്തെ ഉള്ള ക്രാഫ്റ്റ് ഐറ്റംസുകളും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഇങ്ങനെയുള്ള ഓരോ സ്പോട്ടുകളും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആലമോക്കും എൻ്റെ വൈഫിനും ഇത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതും കഴിഞ്ഞ് കുറച്ചേരം മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കവാടം ഞമ്മക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് കയറിയ ഉടനെ തന്നെ രണ്ട് ലോക്കൽ ഇമാറാത്തികൾ ഇരുന്നാണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഇവന്റിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. അത് നിങ്ങളെ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ലേസർ ഷോ നടക്കുന്ന ഈ ഒരു ഫുട്പാത്തിന്റെ രണ്ട് വശത്തും ഈന്തപ്പന തോട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവര് മൊത്തത്തിൽ ഇരുട്ടായിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. യു എയിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു നൈറ്റ് വൈബ് ആസ്വദിക്കുന്നത് ആദ്യമായിട്ടാണ്. അതും കഴിഞ്ഞ് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.